നിർത്തി കൊടുക്കട്ടെ. ഓരോരുത്തർ മഹാനാ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ഒരാളെ തുടരണല്ലോ. വെട്ടിച്ചിറ ഹക്കീം തങ്ങൾ എന്ന് പറയുന്ന മഹാൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. നിങ്ങൾ കേട്ടുക്കണോ? വെട്ടിച്ചിറ ഹക്കീം തങ്ങളെ കേട്ടുക്കണോ? ഇവിടെ എന്റെ ഓരോ അക്ഷരങ്ങളും പിടിച്ചെടുക്കാൻ മലക്കുകൾ ഇരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മാത്രമല്ല, ദുബായിന്നും അബുദാബിന്നും കുവൈറ്റിന്നും അമേരിക്കനും വരെ കേൾക്കുന്നുണ്ട്. വെട്ടിച്ചിറ ഹക്കീം തങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കണം. എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞറിയോ? ഒരാളെ കറാമത്ത് പറയുമ്പോൾ അതിനൊരു ചേലും കോലൊക്കെ ഉണ്ടാവണം. അതിനാണ് ഇതിങ്ങനെ പറഞ്ഞത്. വെട്ടിച്ചിറ ഹക്കീം തങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നതാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ അവരെ നാട്ടിൽ വാദപ്പോ ഹക്കീം തങ്ങളെ വീട്ടിലായിരുന്നു എനിക്ക് ചെലവ്. അപ്പൊ ഹക്കീം തങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ കേൾപ്പിക്കുന്നത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്താവുന്നതിന്റെ 2 ദിവസം മുമ്പ് ഹക്കീം തങ്ങളുടെ ഭാര്യയുടെ വീട് ഉദ്ഘാടനം. തങ്ങൾ ഹക്കീം തങ്ങളോട് പറഞ്ഞു, അവരെ തമ്മിൽ വലിയ ബന്ധമാണ്. ഞാൻ വരും, ഉച്ചക്ക് ഞാൻ വരും. ശ്രദ്ധിക്കണേ, ഈ മഹാൻ ആരാൻ തിരിയണം. ഉച്ചക്ക് ഞാൻ വരും, നിങ്ങളെ വീട്ടിൽ നിന്ന് ചോറയിക്കും. എന്റെ ദുനിയാവിലെ അവസാനത്തെ ഭക്ഷണം അത് അവിടെ ആയിക്കോട്ടെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നു. ഉച്ചയ്ക്കുള്ളത് അസർക്കാ വന്നത്. നെയ്ച്ചോറ്, ബിരിയാണി, ചപ്പാത്തി എല്ലാം റെഡിയാണ്. തങ്ങളോട് വളരെ കുറച്ച് തിന്നാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ കുറച്ച് തിന്നലുള്ളൂ. പക്ഷെ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് തങ്ങൾ അങ്ങോട്ട് തിന്നാൻ തുടങ്ങി. നെയ്ച്ചോറൊന്നും, ബിരിയാണി ഒന്നും, ചപ്പാത്തി ഒന്നും, പത്തിരി ഒന്നും, എന്നിട്ട് ഐസ്ക്രീമൊക്കെ കൈ പോവാണ്. ഡ്രൈവർ ഇങ്ങനെ നോക്കി, ഞാൻ ഇങ്ങനെ തിന്നലില്ല. ആ തങ്ങൾ പറഞ്ഞു, ഇതിന്റെ ദുനിയാവിൽ അവസാനത്തെ ഭക്ഷണ, ഞാൻ ഭക്ഷണം കഴിക്കൂല, നിങ്ങൾ കുറച്ച് കൂടി തിന്നിട്ടെ, ഈ നോക്കണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ദുനിയാവിൽ അവസാനത്തെ ഭക്ഷണം, ഞാൻ ഭക്ഷണം കഴിക്കൂല. അതിലാക്കി ഞങ്ങള് നീച്ചിട്ട് പറഞ്ഞു, എന്താ ഞങ്ങൾ എങ്ങനെ പറഞ്ഞേ? അല്ല ആഫിയത്തുള്ള ദീർഘായുസ്സേറ്റെ. അതിനാമ്യം പറഞ്ഞില്ല, അതിനൊറ്റ ശരിച്ചില്ല. എന്നിട്ട് ആക്കി ഞങ്ങൾ എന്നോട് പറയാണ്, ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞാലോ, ഞാൻ പുറന്ന് കാണട്ടെ. ഒരു 3-4 റൂം കണ്ടിട്ട് അവിടെ ഇരുന്നു. ഇനി ഞാൻ കാണുന്നില്ല. അൽ-ഫാത്തിഹ അങ്ങോട്ട് വിളിച്ചിട്ട് തങ്ങൾ വരാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ട് കുടുംബമൊക്കെ ദ്വാരക്കാണെങ്കിൽ കൂടി വന്നാൽ 12 മിനിറ്റ് ഉണ്ട്, അതിനപ്പുറം പോകും. പക്ഷെ ഇത് 35 മിനിറ്റ് ദ്വാരക്കുന്നു. ആ റബ്ബിയിൽ ദ്വാരക്കുന്നു. ഇനി വിളിക്കാൻ ബാക്കിയുള്ള ഔലിയാക്കളിൽ എല്ലാരും വിളിച്ചു, എല്ലാ അഹ്ലുബൈത്തിൽ എല്ലാവർക്കും, ഔലിയാക്കൾ എല്ലാവർക്കും, മുസ്ലിമീങ്ങൾ എല്ലാവർക്കും കൊണ്ട് ദ്വാരന്നു. വിവേചനം കാണിച്ചില്ല, എല്ലാവർക്കും കൊണ്ട് ദ്വാരന്നു. എന്നിട്ട് നോക്കൂ, ഹക്കീം ഞങ്ങൾക്ക് കൈയൊടുക്കും പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഇത് നമ്മൾ അവസാനത്തെ കാഴ്ചയാണ്, ഇനി മാഷറിയിൽ കാണാം. എന്നിട്ട് നേരെ പോണത് വീട്ടിൽ. പിന്നെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല, അവരെ കണ്ടിട്ടില്ല. പിറ്റേന്ന് വഫാത്താണ്. ഈ മനുഷ്യൻ കേവലം ഒരാളാണോ? അള്ളാന്റെ ഔലിയാക്കപ്പെട്ട ആളല്ലേ?